ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ചു. എങ്കിൽ പിന്നെ ഇവിടുന്ന് കൊട്ടിയം വരെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ സ്കൂട്ടിയിൽ പോകാമെന്ന് കരുതി. ആൾ സ്കൂട്ടി എടുക്കാൻ പോയിരിക്കുവാണേ. അങ്ങനെ ദേ വന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട്. അവൾക്ക് നല്ല പനിയുണ്ടായിരുന്നു, അതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും എൻ്റെ കൊട്ടിയത്തെത്തി. ഞാൻ കൊട്ടിയത്തുനിന്ന് ബസ്സിൽ കയറി പെരുമ്പുഴ വന്നു. പെരുമ്പുഴ വന്നിട്ട് ഞാൻ ഫസ്റ്റ് കയറിയ കട നമ്മുടെ ഡ്രീംസ് കളക്ഷൻസ് ആണ്. ഞാൻ സ്ഥിരമായിട്ട് എനിക്കും മോൾക്കും ആവശ്യമുള്ള എല്ലാ ഫാൻസി ഐറ്റംസും നമ്മുടെ ഡ്രീംസ് കളക്ഷൻസിൽ നിന്നാട്ടോ വാങ്ങി. എന്നോട് കണ്ണൻചേട്ടൻ കുറച്ച് ദിവസം കൊണ്ടേ ചോദിക്കുന്നുണ്ട്, നീ എന്താ സ്റ്റാർ ഒന്നും മേടിക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് മേടിക്കാമെന്ന്. അങ്ങനെ ഞാനെൻ്റെ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ സ്റ്റാർ നോക്കിയിട്ടോ മേടിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ എനിക്കങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ അടുത്ത വർഷം എടുക്കാനൊന്നും പറ്റത്തില്ല, കാരണം എൻ്റെ കുട്ടികൾ ഇതെല്ലാം പന്നലാക്കും. അങ്ങനെ ഞാൻ ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു സ്റ്റാർ ആട്ടോ മേടിച്ചത്. അപ്പോൾ ഇത് മേടിച്ചപ്പോൾ തന്നെ ഞാനൊന്ന് കത്തിച്ച് നോക്കി. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് ആക്കുമ്പോഴത്തേക്കിനും എല്ലാ ലൈറ്റും കത്തിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം വേണ്ട ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. എനിക്കിത് പറയാനൊന്നും അറിയത്തില്ല. ഇതെല്ലാം കൂടെ കണ്ടപ്പം ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നേ, ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. അങ്ങനെ ഞാൻ ഏറ്റവും റേറ്റ് കുറഞ്ഞ 5 രൂപ തൊട്ടുള്ള സ്റ്റാർട്ടിങ് സാധനങ്ങളുണ്ടായിരുന്നേ. 5 രൂപ തൊട്ട് 20 രൂപ വരെയുള്ള ബോൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ചു. പിന്നെ വേണ്ട നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ചുറ്റാനുള്ളതും പിന്നെ ഒരു ലൈറ്റും മേടിച്ചു കേട്ടോ. ഇതും ഞാൻ കത്തിച്ച് നോക്കി. ഇതും വളരെ റേറ്റ് കുറവായിരുന്നു. ഇത് 240 രൂപയുള്ളായിരുന്നു. അങ്ങനെ ഇതും ഒക്കെ വാങ്ങിച്ച് കത്തിച്ച് എല്ലാം നോക്കി. പിന്നെ സ്റ്റാർ, ഇതെല്ലാം 10 രൂപ സ്റ്റാർ ആയിരുന്നു. അത് ഞാൻ വളരെ കുറച്ചേ മേടിച്ചുള്ളൂ. ഞാൻ ഒരു ചെറിയ രീതിയിൽ ഒരു ട്രീ ഉണ്ടാക്കുന്ന കരുതിയത്. എനിക്ക് വലിയ കലാവിരുതൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ട്രീയുടെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പം പോലും ഈ ക്രിസ്മസ് ട്രീ ഒന്നും ഉണ്ടാക്കാൻ വലുതായിട്ട് പാർട്ടിസിപ്പേഷൻ ചെയ്യത്തില്ലായിരുന്നു, കാരണം എനിക്ക് അറിയാത്തൊരു ഫീൽഡാട്ടോ ഇത്. അത്തപ്പൂ ഇടാൻ പിന്നെയും ഞാൻ നിൽക്കും, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എങ്കിൽ പോലും കണ്ണൻചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സാധനങ്ങളൊക്കെ മേടിച്ചോളാൻ. അങ്ങനെ പുള്ളി സമ്മതിച്ചുകൊണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ട്രീയുടെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൊണ്ട് നമുക്ക് പോകണം. ഞാനപ്പം ഇനി ഇവിടുന്ന് ബസ് കയറിയാട്ടോ പോകുന്നത്. അങ്ങനെ വേണ്ട ഞാൻ ബസ്സിൽ വന്നു, നമ്മുടെ വീട്ടിൻ്റെ അടുത്തെത്തി. സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത വീഡിയോയിലൂടെ കാണാം.